സൗദിയുടെ എയർപോർട്ട് എന്താ പറയുക പൂർണ്ണമായും തകർന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സൗദിയുടെ എയർപോർട്ടിലേക്കാണ് ഇപ്പം എന്താ പറയുക യൂതികളുടെ ബമ്പൻ ആക്രമണം നടന്നിട്ടുണ്ട്. എന്താ പറയുക അതിശക്തമായ ആക്രമണം. എന്താ പറയുക അതിൻ്റെ വീഡിയോസും വാക്കുകളും കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കാരണം എന്താ പറയുക കഴിഞ്ഞ ദിവസം യമനിയുടെ ഇറാനിൽ കുറച്ച് ഹൂതികൾ വന്നിരുന്നു. ഹൂതികൾ എന്താ പറയുക റിട്ടേൺ പോകുന്ന സമയത്ത് യമനിലേക്ക് സൗദി അറേബ്യൻ്റെ ഭാഗത്ത് നിന്ന് വമ്പൻ ആക്രമണം നടന്നിരുന്നു യമനിലേക്ക് എയർപോർട്ടിലേക്ക് വെച്ച്. അതിന് പ്രതിഫലമായിട്ടാണ് അതിൻ്റെ ആ എന്താ പറയുക മനസ്സിലാക്കാൻ കാരണം എന്താ പറയുക 2002 യമനും യൂതികളും സൗദിയും തമ്മിൽ ഒരു ആക്രമണം നടന്നിരുന്നു. ഒരു കരാറുണ്ട്. ആ കരാർ ലംഘിച്ചുകൊണ്ട് സൗദി ഫസ്റ്റ് ആ യമനിലേക്ക് ആക്രമണം നടത്തി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി ശക്തമായ തിരിച്ചടിയാണ് ഇപ്പം ഹൂതികൾ കൊടുത്തിട്ടുള്ളത്. പെറ്റ തള അയക്കലോ അമ്മായി ചാമ്പാകാം. കാരണം വിമാനങ്ങൾ കത്തിൻ മറിച്ച് പോകുന്ന ഫുൾ എയർപോർട്ടിൻ്റെ മൊത്തം സൈഡ് മൊത്തം തകർന്നു പോകുന്നത്. ഏകദേശം 1, 2, 3 നല്ല മിസൈൽ വീണത് 9ഓളം മിസൈലുകളാണ് വന്ന് പതിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ എയർപോർട്ടിൽ രണ്ടാമത് ഉണ്ടാക്കണമെങ്കിൽ എന്തോ കഷ്ടപ്പാടുണ്ടാവും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാത്തത്. ഇനി അങ്ങോട്ട് നിമിഷങ്ങൾ അതിശക്തമായുള്ള ആക്രമണം ഹൂതികളുടെ ഭാഗത്തോട് ഉണ്ടാവുന്ന പറയുന്നത്. കാരണം അറിയുമോ മനസ്സിലാക്കി ചതിയന്മാരായിട്ടുള്ള ഒരു ടീമാണ് ഈ പറഞ്ഞ സൗദികളൊന്നും കളിക്കില്ല. പറയാൻ കാരണം അറിയോ ഈ അമേരിക്കനെ ഇസ്രായേലി പ്രീതിപ്പെടുത്തുക സൗദിൻ്റെ ഒരു ലക്ഷ്യമാണ്. പറയാൻ കാരണം പച്ചക്ക് പറയുകയാണെങ്കിൽ ഈ അമേരിക്കയിലും ഇസ്രായേലും പോയിട്ട് കണ്ട പൊലിയാട്ടം കളിച്ചിട്ടുണ്ടല്ലോ. പൊലിയാട്ട് കളിക്കുക കള്ളും മറ്റേ പെണ്ണും ആയിട്ട് പോവും. പൊട്ടന്മാർക്കറിയില്ല എന്തത് ഇവരൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ രാജാക്കന്മാരുടെ വാക്കുകളൊക്കെ എല്ലാ കളിക്കുന്ന കളിയും എന്നറിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പേടിപ്പിച്ചിട്ടാണ് ഇത് ഞങ്ങൾ പുറത്തേക്ക് വിടുന്ന പേടിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ഈ സൗദി രാജ്യത്തെങ്ങനെ എന്താ പറയുക പീഞ്ഞ് കൊണ്ടുപോകുന്നത്. പൊട്ടന്മാരാ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഊതികളോ കളിക്കാൻ പോയി കഴിഞ്ഞാൽ കൊള്ളുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അത് ഊതികൾ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താ അറിയോ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നിർത്താൻ തുടങ്ങിയതല്ല, കളിച്ച് ജയിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പറഞ്ഞത്. അത് എവിടേക്കൊക്കെ ഇനി സൗദി അറേബ്യക്ക് എവിടേക്കൊക്കെ അക്രമങ്ങൾ വരിക എന്നുള്ളത് പറയാൻ പറ്റും. യുദ്ധം വേറെ ലെവലിലേക്ക് പോകുകയാണ്. ഊതികൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഒരു അടി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. തള്ള സഹിക്കാൻ പറ്റാത്ത അടിയോ ഒരു അടിച്ചോളാം. കാരണം അറിയോ ഒരു കണ്ണിച്ചോറും കാര്യം ഓരോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അമേരിക്ക പോയിട്ട് അമേരിക്ക നടന്നിട്ടില്ല. എന്നിട്ടല്ലേ സൗദിയെ സംബന്ധിച്ചെന്താ സൗദി തീർട്ടനെ അടിക്കുന്നുണ്ട്. എന്ത് കാര്യമുള്ളത് ഈ ഇറാനെ ഹൂതികളൊക്കെ ഈ സൗദി പോയി ഈ മുഴുവൻ അടിച്ച എന്ത് കാര്യം അമേരിക്കയിൽ നടക്കുന്നില്ല, ഇസ്രായേൽ നടക്കുന്നില്ല. എന്നിട്ടാണ് ഈ സൗദിക്ക് നടക്കുന്നത്. എന്തൊരു വെറുതെ എന്താ വേലിമൊക്കെ കളിക്കുന്ന പാമ്പിനെ തൊള്ളേ കിട്ടതാ. അത് ഊതിയോടെ കളിക്കാൻ പോയി 8ന്റെ പണിയാ കിട്ടി. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. താങ്ക് യു വെരി മച്ച്.